പ്രിയപ്പെട്ട സഖാക്കളെ, വയനാട് ജില്ലയിൽ ചൂരൽമല മുണ്ടകൈ മേഖലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ വസ്തുത നാം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം കണ്ടതിൽ ഏറ്റവും ഭയാനകമായ പ്രകൃതി ദുരന്തത്തിനാണ് കേരളീയ സമൂഹം സാക്ഷി വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏതാണ്ട് 277ഓളം വരുന്ന ആളുകൾ ഇപ്പം മരണപ്പെട്ടു. മരണസംഖ്യ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 87 ക്യാമ്പുകളിലായി 8000-ലധികം വരുന്ന ആളുകൾ ഇപ്പം അഭയാർത്ഥികളായി കഴിയുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖ പിണറായി ശക്തമായ നേതൃത്വ പാടവത്തോടു കൂടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുകയാണ്. നിലാരംഭരായ മനുഷ്യനെ സഹായിക്കാൻ കേരളീയ സമൂഹം ഒന്നാകെ അണിനിരന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളീയ സമൂഹത്തിനോടൊപ്പം പങ്കുചേരാൻ നമ്മുടെ ഓരോ സഖാക്കൾക്കും ബാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അകമഴിഞ്ഞ സഹായവും പിന്തുണയും നൽകാനാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉചിതമായൊരു സംഖ്യ ദുരിതാശ്വാസത്തിലേക്ക് നൽകും. അടിയന്തരമായി പാർട്ടി ഏരിയ കമ്മിറ്റികൾ 5000 രൂപയും ലോക്കൽ കമ്മിറ്റികൾ 1000 രൂപയും പാർട്ടി ബ്രാഞ്ചുകൾ 100 രൂപയും എന്ന തരത്തിൽ പാർട്ടി സഖാക്കൾക്കിടയിൽ നിന്നും സമാഹരിക്കുക എന്നതാണ് ഒന്നാം ഘട്ടത്തിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, അവിടെ ഒരു ദിവസത്തെ സിറ്റിംഗ് ഫീ ഉൾപ്പെടെയുള്ള സംഖ്യകൾ സമാഹരിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മുടെ എല്ലാ വർഗവികചന സംഘടനയും യാഥാർത്ഥ ഘടകങ്ങളിൽ പരമാവധി സംഖ്യ സമാഹരിക്കാൻ വേണ്ടി കഴിയണം. ഇതനുസരിച്ച് നാം സമാഹരിക്കുന്ന സംഖ്യ എല്ലാ ജില്ലകളിലും മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായി ഇടുക്കിയുടെ ചാർജുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെ ഏൽപ്പിക്കാനാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി കണ്ടിട്ടുള്ളത്. സമയബന്ധിതമായി പണം സമാഹരിച്ച് ഓഗസ്റ്റ് 7-ാം തീയതി ജില്ലാ കമ്മിറ്റിയിൽ എത്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പണമായി തരാൻ കഴിയാത്തവർ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് അക്കൗണ്ടിനെ അടയാളപ്പെടുത്തിയാണ് ചെക്ക് എഴുതേണ്ടത്. എല്ലാവരും പങ്കെടുക്കണം. അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഈ സന്ദർഭത്തിൽ വയനാട് ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം. സംസ്ഥാന ഗവൺമെന്റിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്ക് സഹായിക്കുക എന്നതാണ് നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പയിനിൽ മുഴുവൻ ഘടകങ്ങളും സഹാക്കളും പങ്കെടുക്കണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.